ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ശ്ലോകങ്ങൾ 105 മുതൽ 108 വരെ. 108 വരെ 105 വായിക്കാം. ശ്രീ ഗോപാലഭട്ട ഏകശാഖാ സർവോത്തമാം രൂപാസനാദന സംഗീയാൻഡ്രാ പ്രേമ ആലാപന. ശ്രീ ഗോപാലഭട്ട ഏകശാഖാ സർവോത്തമാം രൂപസനാതന സംഗീയാൻഡ്രാ പ്രേമ ആലാപന. ശ്രീ ഗോപാലഭട്ട ഏകശാഖാ സർവോത്തമാം രൂപസനാതന സംഗീയാൻഡ്രാ പ്രേമ ആലാപന. വസുകേഷ് വീഡിയോ ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ആക്കണം. ഹരേ കൃഷ്ണ. ശ്രീ ഗോപാലഭട്ട ഏക ശാഖ സർവോത്തമ രൂപ സനാതന സംഗീയാൻഡ്രാപന. പ്രധാന പദാർത്ഥം. ശ്രീ ഗോപാലഭട്ടൻ ഏക ഒന്ന്, ശാഖ സർവോത്തമൻ, രൂപൻ, സനാതനൻ, സംഗേ ചങ്ങാത്തം, യാൻഡ ആരുടെ, പ്രേമം, ആലാപന സംവാദം. വിവർത്തനം ശ്രീല പ്രഭാത് മഹാരാജ് കി ജയ്. 47-ാമത്തേതായ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ശാഖ ചൈതന്യ വിഷ്ണത്തിന്റെ സർവോത്തമമായ ശാഖകളിൽ ഒന്നായിരുന്നു. അദ്ദേഹം രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും സംഘത്തിൽ എല്ലായ്പ്പോഴും ഭഗവത് പ്രേമ സംവാദത്തിൽ മുഴുകി. ഭാവാർത്ഥം. ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് മഹാരാജ് കി ജയ്. ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി ശ്രീരംഗ നിവാസിയായ വെങ്കടഭട്ടന്റെ പുത്രനായിരുന്നു. ഗോപാലഭട്ടൻ മുമ്പ് രാമാനുജ സമ്പ്രദായത്തിലെ ശിഷ്യ പരമ്പരയുടെ ഭാഗമായിരുന്നു. പിന്നീട് അദ്ദേഹം ഗൗഡീയ സമ്പ്രദായത്തിന്റെ ഭാഗമായി. ശകാബ്ദം 1433 AD 1511 ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരത പര്യടനത്തിലായിരുന്നപ്പോൾ ചാതുർമാസ കാലയളവിലെ 4 മാസം വെങ്കടഭട്ടന്റെ ഭവനത്തിൽ താമസിച്ചു. വെങ്കടഭട്ടന് അപ്പോൾ മഹാപ്രഭുവിനെ സേവിക്കാൻ യഥേഷ്ടം അവസരം ലഭിച്ചു. ഇതേ വേളയിൽ ഗോപാലഭട്ടനും അതിനുള്ള അവസരം ലഭിച്ചു. ഗോപാലഭട്ട ഗോസ്വാമി പിന്നീട് തന്റെ മാതുലനും മഹാസന്യാസിയുമായിരുന്ന പ്രബോധാനന്ദ സരസ്വതിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ഗോപാലഭട്ടന്റെ മാതാപിതാക്കൾ അതിഭാഗ്യവാന്മാരാണ്. അവർ തങ്ങളുടെ മുഴുവൻ ജീവിതവും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്തു. അവർ ഗോപാലഭട്ടനെ വൃന്ദാവനത്തിലേക്ക് പോകാൻ അനുവദിച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവൻ വെടിയുകയും ചെയ്തു. ഗോപാലഭട്ട ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയെന്നും രൂപഗോസ്വാമിയെയും സനാതന ഗോസ്വാമിയെയും കണ്ടുമുട്ടിയെന്നും പിന്നീട് അറിഞ്ഞ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷിക്കുകയും രൂപനോടും സനാതനോടും ഗോപാലഭട്ടനെ അവരുടെ ഹൃദയ സഹോദരനായി സ്വീകരിച്ച് സംരക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. സനാതന ഗോസ്വാമി ഹരിഭക്തി വിലാസം എന്ന വൈഷ്ണവ സ്മൃതി രചിക്കുകയും ഗോപാലഭട്ട ഗോസ്വാമിയോടുള്ള അകമഴിഞ്ഞ സ്നേഹം മൂലം അത് അദ്ദേഹത്തിന്റെ നാമത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നീലരൂപ സനാതന ഗോസ്വാമിമാരുടെ നിർദ്ദേശമനുസരിച്ച് ഗോപാലഭട്ട ഗോസ്വാമി വൃന്ദാവനത്തിലെ 7 മുഖ്യമൂർത്തികളിൽ ഒന്നായ രാധാരമണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. രാധാരമണ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഗൗഡീയ സമ്പ്രദായക്കാരാണ്. കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുന്നതിന് മുമ്പ് എല്ലാ വൈഷ്ണവരുടെയും അനുവാദം തേടിയപ്പോൾ ഗോപാലഭട്ട ഗോസ്വാമിയും അദ്ദേഹത്തെ അനുഗ്രഹിച്ചെങ്കിലും തന്റെ നാമം ഗ്രന്ഥത്തിൽ പരാമർശിക്കരുതെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിനാൽ കൃഷ്ണദാസ കവിരാജൻ അതീവ ജാഗ്രതയോടെ ഗോപാലഭട്ട ഗോസ്വാമിയെ ചൈതന്യ ചരിതാമൃതത്തിന്റെ 1-2 ഖണ്ഡികകളിൽ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. ശ്രീല ജീവഗോസ്വാമി തന്റെ
തത്വസന്ദർഭത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ എഴുതി: ദക്ഷിണ ഭാരതത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനും രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും ഉറ്റമിത്രവുമായ ഒരു ഭക്തൻ ഒരു ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിൽ വിവരണങ്ങൾ കാലാനുക്രമത്തിലല്ലാത്തതിനാൽ ജീവ എന്ന നിസ്സാര ജീവാത്മാവായ ഞാൻ അത് മധ്വാചാര്യർ, ശ്രീധരസ്വാമി, രാമാനുചാര്യർ തുടങ്ങിയ മഹാവ്യക്തികളുടെയും ഗുരുശിഷ്യ പരമ്പരയിലെ മറ്റ് മുതിർന്ന വൈഷ്ണവരുടെയും നിർദ്ദേശങ്ങൾ തേടി അതിലെ സംഭവങ്ങൾ കാലാനുക്രമത്തിൽ ചിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഭഗവത് സന്ദർഭത്തിന്റെ ആരംഭത്തിലും ജീവഗോസ്വാമി ഇതുപോലുള്ള പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഗോപാലഭട്ട ഗോസ്വാമി സൽക്രിയ സാരദീപിക എന്ന ഗ്രന്ഥം രചിക്കുകയും ഹരിഭക്തി വിലാസം സംശോധനം ചെയ്യുകയും ഷഡ് സന്ദർഭത്തിന് ആമുഖവും കൃഷ്ണ കർണാമൃതത്തിന് വ്യാഖ്യാനവും എഴുതുകയും വൃന്ദാവനത്തിൽ രാധാരമണ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൃഷ്ണലീലകളിൽ അദ്ദേഹത്തിന്റെ പൂർവ്വനാമം ആനന്ദമഞ്ജരിയായിരുന്നുവെന്ന് ഗൗരഗണോസ ദീപികയിൽ 184 പറയുന്നു. അദ്ദേഹം ഗുണമഞ്ജരി ആയിരുന്നെന്നും ചിലപ്പോൾ പറയപ്പെടാറുണ്ട്. ശ്രീനിവാസ ആചാര്യനും ഗോപിനാഥ പുല്ലാരിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 106. ശങ്കരനാരായണ ആചാര്യ ക്ഷേര ഏകശാഖാം മുകുന്ദ കാശിനാഥ രുദ്ര ഉപശാഖ ലേഖ. ശങ്കരായ ആചാര്യ വൃക്ഷേര ഏകശാഖ മുകുന്ദ കാശിനാഥ രുദ്ര ഉപശാഖ ലേഖ. ശങ്കരാരാണ്യ ആചാര്യ വൃക്ഷേര ഏകശാഖ മുകുന്ദ കാശിനാഥ രുദ്ര ഉപശാഖ ലേഖ. പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ശങ്കരാരണ്യൻ ആചാര്യ വൃക്ഷേര ആചാര്യവൃക്ഷത്തിന്റെ ഏക ഒന്ന്, ശാഖ മുകുന്ദൻ, കാശീനാഥൻ, രുദ്രൻ, ഉപശാഖാലേഖ അവരെല്ലാം ഉപശാഖകളായി അറിയപ്പെടുന്നു. വിവർത്തനം. ശീല പ്രഭുപാദ് കി ജയ്. ശങ്കരാരണ്യാചാര്യൻ മൂലവൃക്ഷത്തിന്റെ 48ാമത്തെ ശാഖയായി പരിഗണിക്കപ്പെടുന്നു. അവിടുന്നിൽ നിന്ന് മുകുന്ദൻ, കാശീനാഥൻ, രുദ്രൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉപശാഖകൾ മുന്നോട്ടു പോയി. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ശങ്കരാരണ്യൻ എന്ന പേര് വിശ്വംഭരന്റെ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ യഥാർത്ഥ പേര്. ജ്യേഷ്ഠ സഹോദരൻ വിശ്വരൂപന്റെ സന്യാസനാമമായിരുന്നത്രേ. ശങ്കരാരണ്യൻ ശകാബ്ദം 1432 AD 1510 ഷോലാപൂരിൽ തിരോഭവിച്ചു. അവിടെ പണ്ഡർപൂർ എന്നറിയപ്പെടുന്ന ഒരു തീർത്ഥസ്ഥലമുണ്ട്. മധ്യലീല 9ാം അധ്യായം 2,99,300 ശ്ലോകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ശ്രീലഭക്തി സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ചൈതന്യ മഹാപ്രഭു മുകുന്ദന്റെ അഥവാ മുകുന്ദ സഞ്ജയന്റെ ഭവനത്തിൽ ഒരു പ്രാഥമിക വിദ്യാലയം തുറക്കുകയും മുകുന്ദന്റെ പുത്രൻ പുരുഷോത്തമൻ ഭഗവാന്റെ വിദ്യാർത്ഥിയാവുകയും ചെയ്തു. ചൈതന്യ ഭഗവാൻ വിശ്വംഭരൻ എന്ന പേരിൽ പൂർവ്വഗ്രാമത്തിലായിരുന്നപ്പോൾ കാശീനാഥൻ അവിടുത്തെ വിവാഹം ഏർപ്പാട് ചെയ്തു. സഭാപണ്ഡിതനായിരുന്ന സനാതനെ അദ്ദേഹത്തിന്റെ പുത്രിയെ വിശ്വംഭരന് നൽകാൻ കാശീനാഥൻ പ്രേരിപ്പിച്ചു. ഗൗരഗണോദ്ദേശി ദീപിക 50ാം ശ്ലോകത്തിൽ കാശീനാഥൻ കൃഷ്ണന്റെയും സത്യഭാമയുടെയും വിവാഹം ഏർപ്പാട് ചെയ്യുവാൻ സത്രാജിത്തിനാൽ അയക്കപ്പെട്ട കുലക ബ്രാഹ്മണന്റെ അവതാരമായിരുന്നെന്നും 135ാം ശ്ലോകത്തിൽ രുദ്രൻ അല്ലെങ്കിൽ ശ്രീ രുദ്രരാമ പണ്ഡിതൻ മുമ്പ് കൃഷ്ണ ഭഗവാന്റെ വരൂധവൻ എന്ന മിത്രമായിരുന്നെന്നും പറഞ്ഞിരുന്നു. രുദ്രരാമ പണ്ഡിതൻ മഹേശത്തിന് 1 മൈൽ വടക്ക് വല്ലഭപുരത്ത് വലിയൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. രാധാവല്ലഭനാണ് അവിടുത്തെ മൂർത്തി. രുദ്രരാമ പണ്ഡിതന്റെ സഹോദരൻ യദുനന്ദന വന്ദ്യോപാധ്യായന്റെ പിൻഗാമികൾ ചക്രവർത്തി ഠാക്കൂർമാർ എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പുരോഹിതന്മാരായ അവർക്കാണ് ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല. മുമ്പ് രഥയാത്രോത്സവ വേളയിൽ മഹേശ്വരത്തു നിന്ന് ജഗന്നാഥമൂർത്തി പതിവായി രാധാവല്ലഭ ക്ഷേത്രത്തിൽ വരുമായിരുന്നു. പക്ഷേ ബംഗാളി വർഷം 1262 AD 1855
ഇരു ക്ഷേത്രങ്ങളിലെയും പുരോഹിതന്മാർ തമ്മിലുണ്ടായ തെറ്റിദ്ധാരണയെ തുടർന്ന് ജഗന്നാഥമൂർത്തിയുടെ വരവ് നിലച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 107. ശ്രീനാഥ പണ്ഡിത പ്രഭുര കൃപാര ഭജന ഭാജന യാത്ര കൃഷ്ണസേവ ദേക്കി വശാ ത്രിഭുവന. ശ്രീനാഥ പണ്ഡിത പ്രഭുര കൃപാര ഭാജന യാത്ര കൃഷ്ണസേവ ദേക്കി വശാ ത്രിഭുവന. ശ്രീനാഥ പണ്ഡിത പ്രഭുര കൃപാര ഭാജന യാത്ര കൃഷ്ണസേവ ദേക്കി വശാ ത്രിഭുവന. ശ്രീമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീനാഥ പണ്ഡിത പ്രഭുര കൃപാര ഭാജന യാൻഡ്ര കൃഷ്ണ സേവ ദേഖി വശ ത്രിഭുവന. പദാനുപദാർത്ഥം. ശ്രീനാഥ പണ്ഡിത, ശ്രീനാഥ പണ്ഡിതൻ, പ്രഭുര ഭഗവാന്റെ, കൃപാര കാരുണ്യത്തിന്റെ, ഭാജന സ്വീകർത്താവ്, യാൻഡ്ര ആരുടെ, കൃഷ്ണസേവ കൃഷ്ണസേവ, ദേഖി കാണുക, വശ വശപ്പെടുത്തി, ത്രിഭുവന ത്രിലോകങ്ങളും. വിവർത്തനം. 49ാമത്തെ ശാഖയായ ശ്രീനാഥ പണ്ഡിതൻ മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട കൃപാഭാജനമായിരുന്നു. അദ്ദേഹത്തിന്റെ കൃഷ്ണസേവനം കണ്ട് ത്രിലോകങ്ങളും അത്ഭുതപ്പെട്ടു. ഭാവാർത്ഥം. ശ്രീ AC ഭക്തിവേദാന്ത സ്വാമി ശീലാ പ്രഭാത് മഹാരാജ് കി ജയ് ഹോ. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, കൽക്കത്തയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള കുമാരഹട്ട അഥവാ കാമർഹട്ടയിൽ നിന്ന് ഏതാണ്ട് 1.5 മൈൽ ദൂരെയുള്ള കാഞ്ചാടപാട എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലായിരുന്നു ശിവാനന്ദ സേനന്റെ ഭവനം. അവിടെ അദ്ദേഹം ഒരു ഗോപാല ക്ഷേത്രം പണികഴിപ്പിച്ചു. അവിടെ ശ്രീനാഥ പണ്ഡിതനാൽ രാധാകൃഷ്ണന്റെ മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ശ്രീ കൃഷ്ണരായൻ എന്നായിരുന്നു ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ നാമം. ശകാബ്ദം 1708, അതായത് AD 1786 കൽക്കത്തയിലെ പാദൂരിയ ഘട്ടിലെ ഒരു പ്രമുഖ ജമീന്ദാരായിരുന്ന നിമായ് മല്ലിക്കിനാൽ നിർമ്മിക്കപ്പെട്ട കൃഷ്ണരായ ക്ഷേത്രം വളരെ വലുതാണ്. ക്ഷേത്രത്തിന് മുന്നിൽ വിശാലമായ അങ്കണമുണ്ട്. സന്ദർശകർക്ക് താമസിക്കാൻ മുറികളും പ്രസാദം പാകം ചെയ്യുവാൻ നല്ല ക്രമീകരണങ്ങളുമുണ്ട്. അങ്കണത്തിന് ചുറ്റും അതിർത്തി മതിലുകളുള്ള ക്ഷേത്രം ഏറെക്കുറെ മാഹേശ ക്ഷേത്രത്തോളം തന്നെ വലുതാണ്. ഒരു ഫലകത്തിൽ ശ്രീനാഥ പണ്ഡിതന്റെയും പിതാവിന്റെയും പിതാമഹന്റെയും നാമങ്ങളും ക്ഷേത്രം നിർമ്മിച്ച തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്വൈത പ്രഭുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ശ്രീനാഥ പണ്ഡിതൻ ശിവാനന്ദ സേനന്റെ 3ാമത്തെ പുത്രൻ പരമാനന്ദ കവി കർണപൂരന്റെ ആധ്യാത്മിക ഗുരുവായിരുന്നു. കവി കർണപൂരന്റെ കാലത്തായിരുന്നത്രേ കൃഷ്ണരായ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത്. കേട്ടുകേഴ്വി അനുസരിച്ച് നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രൻ വീരഭദ്രപ്രഭു മുർഷിദാബാദിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ ശിലയിൽ നിന്നാണ് 3 വിഗ്രഹങ്ങൾ തയ്യാറാക്കിയത്. വല്ലഭപുരത്തെ രാധാവല്ലഭ വിഗ്രഹവും ഘടദഹയിലെ ശ്യാമസുന്ദര വിഗ്രഹവും കാഞ്ചടാപാടയിലെ ശ്രീകൃഷ്ണരായ വിഗ്രഹവും. ശിവാനന്ദസേനന്റെ ഭവനം ഗംഗയുടെ തീരത്ത് മിക്കവാറും ജീർണിച്ചു തീർന്ന ഒരു ക്ഷേത്രത്തിന് സമീപത്താണ്. കൽക്കത്തയിലെ അതേ നിമായ് മല്ലിക് ബനാറസിയിലേക്ക് പോകുമ്പോൾ പൊട്ടിത്തകർന്ന ഈ ക്ഷേത്രം കണ്ടെന്നും അതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 108. ജഗന്നാഥ ആചാര്യ പ്രഭുര പ്രിയദാസാം പ്രഭുര ആജ്ഞാദേ തേൻ ഹോ കൈലാ ഗംഗാവാസാം. ജഗന്നാഥ ആചാര്യ പ്രഭുര പ്രിയദാസാം പ്രഭുര ആജ്ഞാദേ തേൻ ഹോ കൈലാ ഗംഗാവാസാം. ജഗന്നാഥ ആചാര്യ പ്രഭുര പ്രിയദാസാം പ്രഭുര ആജ്ഞാദേ തേൻ ഹോ കൈലാ ഗംഗാവാസാം. ജയമാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. കേക്കുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. ജഗന്നാഥ ആചാര്യൻ പ്രഭുര ഭഗവാന്റെ പ്രിയദാസ പ്രിയപ്പെട്ട ഭൃത്യൻ പ്രഭുര ആജ്ഞാതെ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് തേൻഹോ അദ്ദേഹം കൈല സമ്മതിച്ചു ഗംഗാവാസ ഗംഗയുടെ തീരത്ത് ജീവിക്കുക. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ചൈതന്യവൃക്ഷത്തിന്റെ 50ാമത് ശാഖയായ ജഗന്നാഥ ആചാര്യൻ മഹാപ്രഭുവിന്റെ അത്യന്തം പ്രിയങ്കരനായ ഭൃത്യനായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആജ്ഞപ്രകാരം ഗംഗാതീരത്ത് താമസിക്കാൻ തീരുമാനിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ജഗന്നാഥ ആചാര്യൻ മുമ്പ് നിധുവനത്തിലെ ദുർവാസാവായിരുന്നുവെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 111 പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ.
श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासवानवी देवी दैत्याय कृपाब्धये कृष्णसम्बन्धविज्ञानदायिने प्रभवे माधुर्योजन प्रेमाढ्या रूपानुगा भक्तिदा गौरकर्णा शक्तिविग्रहाय नमस्तुते नमस्ते गौरवाणी श्रीमूर्तये दीनदारिणे रूपानुगा भक्ति विरोध बन्धुहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजये ते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगावराय ते गौराविर्भवभूमेस्तं निर्दिष्टा सज्जनप्रिया वैष्णव सार्वभौमौ श्रीजगन्नाथाय ते नमः श्रीरूपा सनातना भट्ट रघुनाथा श्रीजीवा गोपाल भट्टा दास रघुनाथा एचाय घोषाय कोरिचरण बंधन जहां होते विज्ञानाशाभीष्ट पूरन वांछा कल्पद्रुभस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्वशे नमः पंचतत्वात्मकं कृष्णं भक्तरूप भक्तारागं भक्तागं नमामि भक्तशक्तिगं हे कृष्ण करुणा सिंधो दीनबंधो जगल्पदे गोपेशा गोपिका कांदा राधा कांदा नमस्तुते जयदां सरदोपंगो मम मंदमदे गदे मत्सर्वस्वदाम्बोजो राधा मदनमो दिव्या वृंदारण्य कल्पद्रुमदा श्रीमद्रत्नाकर सिंहासनस्थो श्रीमद्राधा श्रीरघुविन्ददेवो प्रेष्ठालिभिः सेव्यमानो स्मरामि श्रीमन् रासनसारम्भी वंशीवडत्तडस्थितः कर्षन्वेणुस्वनैर्गोपी गोपीनाथश्रीहेतूनां तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे हरे श्री गोपाल भट्ट एका शाखा सर्वोत्तमा रूपा सनातना संज्ञेयान्रा प्रेम आलापना Sri Gopalaghatta Goswami, the 47th branch, was one of the great and exalted branches of the tree. He always engaged in discourses about law of Godhead in the company of Rupa Goswami and Sanatana Goswami. Hare Krishna. Shad Goswami ആയിട്ടുള്ള 4 പേരുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി. കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിൽ രഘുനാഥദാസ് ഗോസ്വാമിയുടെ ഉജ്ജ്വലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാധനയും അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനുള്ള ഭക്തിയും കൃഷ്ണനുള്ള ഭക്തിയും ഭഗവാന്റെ ഭക്തിയും അത് കഴിഞ്ഞ ശ്ലോകം നമുക്ക് മനസ്സിലായി. 22 മണിക്കൂറാണ് അദ്ദേഹം ഒരു ദിവസം ആ ഭക്തി സേവനത്തില്
ഏർപ്പെട്ടിരുന്നത് 1000 പ്രാവശ്യം വിഗ്രഹങ്ങളെ ലയിക്കിച്ച് നമസ്കരിച്ചിരുന്നു. 2000 വൈഷ്ണവർക്ക് നമസ്കാരം നൽകിയിരുന്നു. അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഭാവം കൊണ്ട് രഘുനാഥദാസ് ഗോസ്വാമി ഭാവം വളരെ പ്രസിദ്ധമാണ്. രൂപഗോസ്വാമിയുടെ ആണെങ്കിൽ ഭക്തിയെക്കുറിച്ചുള്ള അഗാധമായ അറിവ്, ഭക്തി സാമൽ സിന്ധു എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. സനാതന ഗോസ്വാമി എന്നിവരുണ്ട്. ഹരിഭക്തി വിലാസ എന്ന് പറയുന്ന ബൈബിൾ എന്നറിയപ്പെടുന്ന ഗൗഡിയ വൈഷ്ണവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹരിഭക്തി വിലാസം. അപ്പോൾ ഈ ഇവരെല്ലാം ശേഷം പിന്നീട് ഗോപാലഭട്ട ഗോസ്വാമിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഗോപാലഭട്ട ഗോസ്വാമി ശ്രീരംഗം, ദക്ഷിണേന്ത്യയിലെ ശ്രീരംഗത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ശ്രീരംഗം എന്നുള്ളത് നമുക്കറിയാം, ശ്രീ പരമ്പരയുടെ അടിസ്ഥാനത്താണത്. അവരുടെ സ്ഥലമാണ്, ആസ്ഥാനമാണ് ശ്രീരംഗം. ശ്രീരംഗത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള രംഗനാഥ് ഭഗവാൻ അത് കാരണവശായ വിഷ്ണുവായിട്ട് കണക്കാക്കാം. വർഷങ്ങളോളം 10,000 ശരിക്കും അത് പറയുമ്പോൾ ത്രേതായുഗത്തിലാണ് ശരിക്കും ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിതമായതെന്ന് പറയുന്നത്. വിഭീഷണൻ രാമായണ യുദ്ധത്തിന് ശേഷം ലങ്കയിൽ നിന്ന് ശ്രീകൃഷ്ണൻ ശ്രീരാമനൊപ്പം ദ്വാരകയിൽ അയോധ്യയിൽ വരുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ശ്രീരാമ അദ്ദേഹത്തിന് ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ശ്രീലങ്കയിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ വിചാരിച്ചാണ്. പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഇത് എവിടെയും വെക്കാൻ പാടില്ല, ഈ വിഗ്രഹം എവിടെയും വെക്കാൻ പാടില്ല. വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും, അവിടെ ഉറച്ചു പോകും. ഇത് മനസ്സിലാക്കിയ ശേഷം വിഭീഷണൻ നേരെ കുതിക്കുകയാണ് ശ്രീലങ്കയിലാക്കി. പക്ഷെ ശ്രീരംഗം എത്തിയപ്പോൾ, കാവേരി നദി തീരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് കലശമായിട്ടുള്ള ദാഹവും എല്ലാം തോന്നി. അദ്ദേഹത്തെ ആ ഭാഗത്ത് വെച്ച് ഒരു കാവേരി ഭാഗത്ത് ആ വിഗ്രഹത്തിനെ വെച്ചുകൊണ്ട് ദാഹശമനെല്ലാം നടത്തി. പക്ഷെ തിരിച്ചു വന്നിട്ട് വിഗ്രഹത്തിന് എടുക്കാൻ നോക്കുമ്പോൾ വിഗ്രഹത്തിന് അനക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കി അബദ്ധം പറ്റിപ്പോയി. അങ്ങനെയാണ് അവിടെ രംഗനാഥന്റെ വിഗ്രഹം. പക്ഷേ രംഗനാഥൻ ഇവിടെ നമുക്ക് നോക്കാറിയാം, ഒരേ ഒരു വിഗ്രഹം തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഗ്രഹം രംഗനാഥന്റെയാണ്. കാരണം തെക്ക് ഭാഗത്താണ് ശ്രീ. അപ്പൊ വിഭീഷണന്റെ ഒരു യാചനയായിരുന്നു, ഭഗവാനെ ഇനി അങ്ങനെ ശ്രീലങ്കയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ അങ്ങ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് എന്നും അങ്ങേ കാണാമല്ലോ, അതുകൊണ്ട് ദയവായി അങ്ങ് ദക്ഷിണ ദിശയിലേക്ക് നോക്കിയിരിക്കണം എന്ന് വിഭീഷണൻ താഴ്ന്നപേക്ഷിച്ചു. അത് പ്രകാരം ഭഗവാൻ അത് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ശ്രീരംഗനാഥൻ തെക്ക് ഭാഗത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ശ്രീ പരമ്പരയുടെ ആസ്ഥാനമാണ്. എല്ലാ ആചാര്യം, യമനാചാര്യം മുതൽ അതിനേക്കാൾ മുമ്പുള്ള ആചാര്യം മുതൽ തന്നെ ശ്രീരംഗത്തിലാണ് ഇവരെല്ലാം ശ്രീ പരമ്പരക്കാര്. അപ്പോ ഗോപാലഭട്ട ഗോസ്വാമി അദ്ദേഹം തുടക്കം ഈ പരമ്പരയിലായിരുന്നു, ശ്രീ പരമ്പരയായിരുന്നു. പിന്നീട് പ്രബോധാനന്ദ സരസ്വതിയുടെ സ്വാധീനത്തിലാൽ അദ്ദേഹം ഗൗഡിയ വൈഷ്ണവ മാർഗം സ്വീകരിക്കുക. അദ്ദേഹത്തെ അച്ഛനമ്മയെ സ്വീകരിക്കുകയാണ്. വികടഭട്ട എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര്. വികടഭട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ്. ഗൗഡിയ വൈഷ്ണവത്തെ ആചാര്യം കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോ ചൈതന്യ മഹാപ്രഭു 1511
ശതാബ്ദ 1433. ക്രിസ്തുവർഷവും ശതാബ്ദയും തമ്മിൽ 78 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. 78 വർഷം മുമ്പിലാണ് ക്രിസ്തുവർഷം. അപ്പൊ ക്രിസ്തുവർഷം 1511 എന്ന് പറയുമ്പോൾ ഇത് 1433 ശതാബ്ദ വർഷമാണ്, ശതാബ്ദ വർഷം. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചിട്ട് 1 വർഷമായിട്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സന്യാസി ആയതുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ആദ്യം തെക്ക് ഭാഗത്താണ് തുടങ്ങിയത്. അങ്ങനെ 1 വർഷം യാത്ര ചെയ്തതിനു ശേഷം അദ്ദേഹം ശ്രീരംഗത്ത് എത്തുകയാണ്. ശ്രീരംഗത്ത് എത്തുമ്പോൾ ചാതുർമാസം ആരംഭിച്ചു കഴിഞ്ഞു. 4 മാസം ചാതുർമാസം. സന്യാസിമാര് ഈ സമയത്തെ കാലങ്ങളിൽ അവരെ എവിടെയും പോകില്ല, ഒരു ദിക്കിലിരിക്കുകയുള്ളൂ. അപ്പൊ അവിടെയാണ് വെങ്കടഭട്ടന്റെ വീട്ടിലാണ് അദ്ദേഹം 4 മാസം കഴിച്ചു. ആ വീടിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ശ്രീരംഗത്ത് ഇപ്പോഴും ഉണ്ട് അവിടെ. ശ്രീരംഗത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വെങ്കടഭട്ടൻ വളരെ സന്തോഷമായി. ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാനുള്ള അവസരം വളരെ വിരളമാണ്. അങ്ങനെ കിട്ടിയല്ലോ നമുക്ക്. നമ്മുടെ കുടുംബത്തിന് വളരെയധികം ഉള്ളതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹം സേവ ചെയ്തു. കൂടാതെ അദ്ദേഹത്തിൻ്റെ മകനും അതെ ആ സമയത്ത് ഗോപാലഭട്ട ഗോസ്വാമി ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഗോപാലഭട്ട ഗോസ്വാമിയും സേവയിൽ പങ്കുചേർന്നു. ചൈതന്യ മഹാപ്രഭു പ്രീതനായിരുന്നു ഇവരുടെ രണ്ടുപേരും സേവ കണ്ടിട്ട്. അദ്ദേഹം അതിനുശേഷം ചാതുർമാസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ 6 വർഷം പതിക്കലും കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ച് പുരിയിലെത്തും അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പുരിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഗോപാലഭട്ട ഗോസ്വാമി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു പോയതിനു ശേഷം അദ്ദേഹത്തിന് വീട്ടിലിരിക്കാനേ തോന്നുന്നില്ല. അതിനെങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. അദ്ദേഹം തീരുമാനിച്ചു ഞാൻ വൃന്ദാവനത്തിൽ പോകാം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തുകയാണ്. വൃന്ദാവനത്തിലെ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും വളരെ പ്രസിദ്ധരാണ്, ഇന്ത്യ മുഴുവൻ പ്രസിദ്ധരാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരെ ശരണമടയാം, അവരുടെ സുവിശേഷം സ്വീകരിക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തുകയാണ്. വൃന്ദാവനത്തിൽ എത്തി എന്നറിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇതറിഞ്ഞു ഗോപാലഭട്ടൻ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട്. ഉടനെ അദ്ദേഹം ഒരു സന്ദേശം അയക്കുകയാണ് അവർക്ക്. നിങ്ങൾ വളരെ വളരെ വലിയ ഡിവോട്ടിയാണ് ഗോപാലഭട്ട ഗോസ്വാമി. അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നിങ്ങൾ സ്വീകരിക്കണം. മാത്രമല്ല സാധാരണ പോലെ പോരാ, നിങ്ങളുടെ ഒരു ചെറിയ സഹോദരനായിട്ട്, എങ്ങനെയാണോ അനുപമ ചെറിയ സഹോദരനായിരുന്ന അനുപമയ്ക്ക് പകരം അനുപമയ്ക്ക് തുല്യമായിട്ട് ഗോപാലഭട്ട ഗോസ്വാമിയും സ്വീകരിക്കണം. രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമി വളരെ സന്തോഷം. ഇത്രയും പ്യുവറായിട്ടുള്ള ഡിവോട്ടിയാണ് ഗോപാലഭട്ട ഗോസ്വാമി. കാണാൻ വളരെ സൗമ്യനായിട്ടുള്ള, ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവമാണ് ഗോപാലഭട്ട ഗോസ്വാമി. സനാതന ഗോസ്വാമിയായിട്ട് വളരെ നല്ല അടുപ്പുണ്ടായി ഗോപാലഭട്ട ഗോസ്വാമിക്ക്. അപ്പോൾ സനാതന ഗോസ്വാമി ആ സമയത്ത് ഹരിഭക്തി വിലാസ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം മര്യാദകൾ, എറ്റിക്കറ്റ്സ്, വൈഷ്ണവ എറ്റിക്കറ്റ്സിനെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു ഗ്രന്ഥം, അതിബൃഹത്തായിട്ടൊരു ഗ്രന്ഥം, 20 വോളിയുമാണ് ഈ ഹരിഭക്തി വിലാസം പുസ്തകം. അദ്ദേഹത്തിന്റെ അതിന് രചനയില് നിൽക്കുന്ന അദ്ദേഹം ഇപ്പോഴാണ് ഗോപാലഭട്ട ഗോസ്വാമി വരുന്നത്. വളരെ സന്തോഷമായി ഗോപാലഭട്ട ഗോസ്വാമി കൂട്ടിച്ചേർത്തു. ഗോപാലഭട്ട ഗോസ്വാമിക്ക് വളരെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ശ്രീ പരമ്പരത്തെ ചില കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷത്തോടിയിട്ട് സനാതന ഗോസ്വാമി എന്ത് ചെയ്തു? ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥയിതാവായിട്ട് ജീവ ഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമിയും കൂടി ചേർക്കുകയാണ്. അങ്ങനെ രണ്ടുപേർ ചെന്നിട്ടാണ് ഈ ഗ്രന്ഥം ചെയ്തിട്ടുള്ളത്.
പിന്നെ രൂപഗോസ്വാമി സനാതന ഗോസ്വാമി നിർദ്ദേശപ്രകാരം രാധാരമണ നല്ല ഏറ്റവും ഭംഗിയുള്ള ഈ ഷഡ്ഗോസ്വാമിയുടെ അമ്പലം കൊണ്ട് ഏറ്റവും അധികം ഭംഗിയുള്ള അട്രാക്ഷൻ ഉള്ള ഒരു വിഗ്രഹമാണ് രാധാരമണൻ. രാധാരമണന് വേറെ പ്രത്യേകിച്ച് അവിടെ സങ്കീർത്തനം വളരെ പ്രസിദ്ധമാണ്. വൈകുന്നേരം ഗോപാലഭട്ട ഗോസ്വാമിയുടെ പരമ്പരയിലുള്ള ശിഷ്യന്മാരാണ് അവിടെ ഉള്ളപ്പോൾ. അപ്പോൾ അവിടെ സങ്കീർത്തനമാണ് അവിടെ സുന്ദരമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സംഗീതം, ഹരകൃഷ്ണ ജപം വളരെ നല്ല രീതിയിൽ പോകുന്ന സ്ഥലമാണ് ഈ രാധാരമൺ മന്ദിരം. അവിടെ അവിടുത്തെ പ്രീസ്റ്റ് എല്ലാം ഗൗഡീയ സമ്പ്രദായത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ 8ാമത്തെ ഉപാധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിന് ഉള്ളുവിളി ഉണ്ടായി ചൈതന്യശ്രീതാമരം എഴുതണം എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ സകല വൈഷ്ണവരുടെയും അനുവാദം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഭാഗം. സകല ആൾക്കാരുടെയും അനുവാദം ചോദിച്ച ശേഷമാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഷഡ്ഗോസ്വാമി ശിഷ്യനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു ശിഷ്യനായിട്ടുള്ള ഗോപാലഭട്ട ഗോസ്വാമി അദ്ദേഹം അടുത്തെത്തുകയാണ്. താങ്കളെ അനുഗ്രഹിക്കണം. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ താങ്കൾക്കറിയാം. പ്രത്യേകിച്ചും 4 മാസം അങ്ങ് കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ധാരാളം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗോപാലഭട്ട ഗോസ്വാമിക്ക് അറിയായിരുന്നു. ഗോപാലഭട്ട ഗോസ്വാമി അത് ഈ ഗ്രന്ഥം രചിക്കുന്ന പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗോപാലഭട്ട ഗോസ്വാമി പറഞ്ഞു, താങ്കൾ ഗ്രന്ഥം രചിച്ചോളൂ, പക്ഷേ എൻ്റെ പേര് എവിടെയും എടുക്കരുത്, എൻ്റെ പേര് എവിടെ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. ഒരു 1-2 പാസേജസിന് മാത്രമേ ഗോപാലഭട്ട ഗോസ്വാമിയെ പറ്റിയുള്ള ഒരു പരാമർശമുള്ളൂ. ഇതേപോലെ ഷഡ് സന്ദർഭയ്ക്ക് അദ്ദേഹം ഫോർവേഡ് അദ്ദേഹം ചെയ്യുന്നുണ്ട്, മുഖം ചെയ്യുന്നുണ്ട്. ഷഡ്സന്ദർഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവഗോസ്വാമി എഴുതിയ വളരെ അതിബൃഹത്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഷഡ്സന്ദർഭം. അപ്പൊ അതിന്റെ കമന്ററി എഡിറ്റിംഗ് ഫോർവേഡ് ചെയ്തത് ഗോപാലഭട്ട ഗോസ്വാമിയാണ്. അപ്പൊ അറിയാം, മനസ്സിലാക്കാൻ എത്രത്തോളം പാണ്ഡിത്യമുണ്ട് ഗോപാലഭട്ട ഗോസ്വാമി. ഇത്രയും അമൂല്യമായിട്ടുള്ള ഗ്രന്ഥത്തിന് ആമുഖം എഴുതണമെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പറ്റില്ല. അത് അത്രയും അങ്ങേയറ്റം ഉയർന്ന ശ്രേണിക്കുന്ന ശുദ്ധഭക്തമാർക്ക് മാത്രമേ ചൈതന്യചരിതാമൃതത്തിന്റെ ആമുഖം എഴുതാൻ പറ്റൂ. ഇത് കൂടാതെ ഇവിടെ പറയുന്നുണ്ട്, ജീവഗോസ്വാമി പറയുന്നുണ്ട്, ഈ devotee from South India was a Brahmin by birth. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച തെന്നിന്ത്യക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഒരു ഓർഡറിലാണ് എഴുതിക്കണേ. ഇത് ഞാൻ ഓർഡറാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാനത് ക്രോഡീകരിക്കുന്നത് മാത്രം. പക്ഷേ ഇതിന്റെ ഗ്രന്ഥയിതാവ് ഈ പറഞ്ഞ ഗൗഡീയ വൈഷ്ണവനാണ്, ബ്രാഹ്മണനാണ്, തെന്നിന്ത്യയിൽ ശ്രീരംഗത്ത് വരുന്ന ബ്രാഹ്മണനാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരെ പേര് പറയുന്നില്ല. ജീവഗോസ്വാമിയുടെ ഇതിലും അങ്ങനെ തന്നെ പറഞ്ഞു. ഭഗവത് സന്ദർഭം, ഷഡ് സന്ദർഭത്തിൽ ഒന്നായിട്ടുള്ള ഭഗവത് സന്ദർഭത്തിലും ജീവഗോസ്വാമിയെ പറ്റി വളരെ നേരിട്ടില്ലെങ്കിലും പരാമർശിക്കുന്നുണ്ട്. അതേപോലെ സത്ക്രിയ സാരദീപിക എന്ന് പറഞ്ഞ ഗ്രന്ഥം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സത്ക്രിയ എന്ന് വെച്ചാൽ നമുക്കറിയാം, മധ്വാചാര്യരും ഇതിനെക്കുറിച്ച് പുസ്തകമുണ്ട്. മധ്വാചാര്യ ആ പരമ്പരയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി എഴുതിയതാണ് ഗോപാലഭട്ട ഗോസ്വാമിയുടെ സത്ക്രിയ സാരദീപിക. അദ്ദേഹം സാധാരണ പറയാ ഷഡ്ഗോസ്വാമിയുടെ സാധാരണ ആൾക്കാരുടെ ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള കാലാകാലമായിട്ടുള്ള അസോസിയേറ്റ്സ് ആണ് അവരെല്ലാം. അപ്പോൾ ഭഗവാന്റെ ഒപ്പം കൃഷ്ണലീലയും അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ
ഭഗവാന്റെ ലീലകൾ സമയത്ത് ഗോപാലഭട്ടസ്വാമിയുടെ പേര് അനംഗമഞ്ജരി എന്നും ചിലവരോടൊന്ന് ഗുണമഞ്ജരി എന്ന് പറയുന്നുണ്ട്. എന്തിനെ മഞ്ജരിയാണ്. ആർഗവസ്വാമിമാര് മുഴുവൻ മഞ്ജരിമാരാണ്. അദ്ദേഹത്തിന് രണ്ട് ഡിസൈബിൾസ് പ്രമുഖമായിട്ട് രണ്ടുപേരുണ്ട്. ശ്രീനിവാസാചാര്യ ഗുരുനാഥ പൂജ എൻ്റെ പൂജാരി വളരെ ശ്രീനിവാസാചാര്യ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഷഡ്ഗോസ്വാമി അഷ്ടകം എഴുതിയത്. ശ്രീനിവാസാചാര്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരാണ്. ഇപ്പോഴത്തെ ഈ ഗോപാലഭട്ടൻ ശിഷ്യനാണ് ശ്രീനിവാസാചാര്യ. ശ്രീനിവാസാചാര്യ എഴുതിയാണ് ഷഡ്ഗോസ്വാമി അഷ്ടകം. ഇടയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട് ശ്രീനിവാസാചാര്യൻ. ഗോപാലഭട്ട ഗോസ്വാമിക്ക് അതത്ര ഇഷ്ടമായില്ല. കാരണം ഫുള്ളി ഡെഡിക്കേറ്റഡ് ആക്കാം ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ശ്രീനിവാസാചാര്യ ചെയ്തു. പക്ഷേ ആ പേര് മാത്രം അദ്ദേഹം ഗൃഹസ്ഥനായിട്ടുള്ളൂ. അദ്ദേഹം ഒരിക്കലും കൃഷ്ണഭാവം വിട്ടിട്ടില്ല. അവൻ എപ്പോഴും കൃഷ്ണനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും രാധാറാണിയായിട്ടും ഗോപിമാരുമായിട്ട് കൂടിയിട്ട് യമുനാ നദിയിൽ എപ്പോഴും കുളിക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത്രയും ഉയർന്ന ആൾക്കാരാണ് നമ്മുടെ ആചാര്യന്മാര്. ഗോപാലഭട്ട ഗോസ്വാമിയെ പറ്റി അത്രയും എത്ര പറഞ്ഞാലും മതി, അത്രയും ഉള്ള ആളാണ് അദ്ദേഹം. പക്ഷെ അധികം പരാമർശം അദ്ദേഹത്തെ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ രാധാരമണ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെ കുറിച്ച്. പഠിച്ചോട്ടില് ശങ്കരാരണ്യ ആചാര്യ വൃക്ഷേര ഏകശാഖ മുകുന്ദ കാശിനാഥ രുദ്ര ഉപശാഖാലേഖ. ആചാര്യ ശങ്കരാരണ്യ 48ാമത്തെ ബ്രാഞ്ചാണ്. അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട ഉപശാഖകളാണ് മുകുന്ദനും കാശിനാഥനും രുദ്രനും. അപ്പോ ആരാണ് ഈ ശങ്കരാരണ്യ എന്നിവിടെ പറയുന്നുണ്ട്. ശങ്കരാരണ്യ മറ്റാരുമല്ല, ചൈതന്യ മഹാപ്രഭുവിന്റെ ചേട്ടൻ. ചൈതന്യ മഹാപ്രഭുവിന് മുമ്പ് തന്നെ ധാരാളം മക്കള് ചേതാംശ്രീക്കും ശശിദേവി മാതാജിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് കുറെ ആൾക്കാരും ഇല്ലാണ്ട് മരിച്ചു. ചില ആൾക്കാർ അവിടെയും പോയി. അതിൽ അവസാനത്തെ കുട്ടിയായിരുന്ന വിശ്വരൂപനായിരുന്നു. വിശ്വരൂപൻ ഇതേപോലെ അദ്വൈതാചാര്യയുടെ ഒപ്പം ട്രെയിനിങ് നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിളി ഉണ്ടായി. അദ്ദേഹം പെട്ടെന്ന് ആരോടും പറയാണ്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ്. അത് ഇവർക്ക് വളരെ വിഷമുണ്ടാക്കി. എന്നാലും അതിനുശേഷം ഉണ്ടായ കുട്ടിയാണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിന്റെ പേര് ആ സമയത്ത് വിശ്വംഭര എന്നാണ്. വിശ്വരൂപയാണ് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ പേര്. അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോൾ ശങ്കരാരണ്യ എന്ന പേരും. 1432 ശതാബ്ദ AD 1510 ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചപ്പോൾ, സന്യാസവർഗം സ്വീകരിച്ചപ്പോൾ ആ സമയത്താണ് അദ്ദേഹം കഴിയുന്നത്. ഇവിടെ അനുഭാഷയില് ഭക്തിസിദ്ധാന്ത സരസ്വതി പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു മുകുന്ദ എന്ന ഡിവോട്ടി സഞ്ജയ മുകുന്ദ ബാഷു ഘോഷാദികായ എന്ന ഗൗരാരതി നമ്മൾ പാടാറുണ്ട്. അപ്പൊ മുകുന്ദ എന്ന പ്രഭുവിന്റെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു ഒരു പ്രൈമറി സ്കൂൾ ആരംഭിക്കുന്നു കുട്ടികൾക്കായിട്ട്. അത് സഞ്ജയന്റെ മകനെ മുകുന്ദൻ മകനായിട്ടുള്ള പുരുഷോത്തമൻ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്റ്റുഡൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ കാശിനാഥ ചൈതന്യ മഹാപ്രഭുവിന്റെ വിവാഹം ഒരുക്കി കൊടുക്കുന്നത് കാശിനാഥനാണ്.
അപ്പോ ആ കാലത്ത് ഒരു പണ്ഡിതനുണ്ടായിരുന്നു, കോട്ട് പണ്ഡിതൻ. കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാ പണ്ഡിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസഭയിൽ, രാജാവിന്റെ സഭയിൽ, കൊട്ടാരത്തിലെ ഒരു സ്കോളറായിരുന്നു സനാതന എന്ന് പറഞ്ഞത്. സനാതന്റെ മകളെ വിവാഹം ചോദിച്ചു കൊടുക്കാൻ ഇവിടെ പറയുന്നുണ്ട്. കാശിനാഥനാണ് അത് തീരുമാനിക്കുന്നത്. കാശിനാഥൻ ആരാ പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. കൃഷ്ണന്റെയും സത്യഭാമയുടെയും വിവാഹത്തിന് മുമ്പ് സത്യഭാമയുടെ അച്ഛനായിട്ടുള്ള സത്രാജിത്ത് അദ്ദേഹത്തിനെയാണ് ഈ വിവാഹം ചെയ്യാനുള്ള ഏർപ്പാടെത്തിക്കുന്നത്. ഇവരെല്ലാം എന്ന് പറയുന്നുണ്ട് ഗൗര ഗണോദേശ ദീപിക പറയാം. ഭഗവാന്റെ വൃന്ദാവനത്തിരിക്കുന്ന ആ സഖാക്കളുടെ ശരിയായിട്ടാണ് ഇൻഫർമേഷനാണ്. ആ ചൈതന്യ മഹാപ്രഭു സമയത്തുണ്ടായിരുന്ന ലീലകള്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അസോസിയേറ്റ്സ് കൃഷ്ണകഥയിലത്തെ ആൾക്കാരാണ്, കൃഷ്ണന്റെ ആൾക്കാരാണ്. പേര് മാത്രം വ്യത്യാസം ഉണ്ടാവുന്നു. അവർ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ. ചൈതന്യ മഹാപ്രഭു കൃഷ്ണ വ്യത്യാസമില്ല, മനസ്സിലാക്കാം. കൃഷ്ണൻ എപ്പോഴെല്ലാം ഇറങ്ങി വരുന്നു അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ ആൾക്കാരെല്ലാം അപ്പം ഉണ്ടാവും. അപ്പോ കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോ, അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോഴും ഇതിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇതേപോലെ രുദ്രപണ്ഡിതനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം വലിയൊരു അമ്പലം വല്ലഭാപുരയിലെ വിഗ്രഹങ്ങൾ അത് രാധാവല്ലഭ, ഇതെല്ലാം അതിന് കല്ല് കൊണ്ടുവന്നത് പിന്നീട് ഭക്തി ശ്ലോകം അവസാനം പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ മകനായിട്ടുള്ള വീരഭദ്ര പ്രഭുവാണ് ഇതെല്ലാം അറേഞ്ച് കൊടുക്കുന്നത്, ഈ അമ്പലം ഉണ്ടാക്കാൻ. ഈ വരടും അമ്പലം വരുന്നുണ്ട്. ഇത് ഒറ്റ കല്ലിലാണ് ഇതെല്ലാം ഈ പല വിഗ്രഹങ്ങൾ മുഴുവൻ തീർത്തിട്ടുണ്ട്. അപ്പോ ഒന്ന് ഇപ്പൊ ഈ രുദ്രരാമ പണ്ഡിതൻ നിർമ്മിച്ച വലിയൊരു അമ്പലം വല്ലഭപുരയില്. അപ്പോ ഇവരുടെ രുദ്രരാമന്റെ പണ്ഡിതന്റെ ബ്രദറാണ് വല്ലഭ. വല്ലഭ ബ്രദർ യദുനന്ദന ബണ്ഡോപാധ്യായ. അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് ചക്രവർത്തി ഠാക്കുരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവര് പണ്ട് ജഗന്നാഥന്റെ രഥയാത്ര ആരംഭിക്കുമ്പോൾ ആ ഡേറ്റിലെല്ലാം ഏത് വഴിക്ക് പോകണം ഇപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്യട്ടോ. അപ്പൊ നമ്മൾ രഥയാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോലീസ് അറിയിക്കണം ഏതൊക്കെ റൂട്ടാണ് അത് പോകണം. അപ്പോ അന്നും ഈ റൂട്ടൊക്കെ അറിയാം. എല്ലാം പോകുന്ന ഒരൊറ്റ വഴിയെ ഗുണ്ടിച്ചേരിക്ക് പോകണം. പക്ഷെ റൂട്ടൊക്കെ എവിടെ എല്ലാം റെസ്റ്റ് ചെയ്യണം എന്നെല്ലാം ഡീറ്റെയിൽ കിടക്കുന്ന വലിയ ലിസ്റ്റ്. അപ്പം ധാരാളം ആൾക്കാര് നമുക്കറിയാം ദർശനം നടത്തുന്ന സ്ഥലമാണ് ഈ പുരി പറഞ്ഞ ഈ പുരി വല്ലഭാപുര, അവിടെ എല്ലാം രാധാവല്ലഭ അമ്പലങ്ങള്, ഇതിലെല്ലാം ധാരാളം ആൾക്കാര് ദർശനം എടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോ ജഗന്നാഥ രഥയാത്ര ഫെസ്റ്റിവൽ സമയത്ത് ജഗന്നാഥൻ രാധാവല്ലഭ സ്ഥാപിച്ച രാധാവല്ലഭ ക്ഷേത്രത്തിൽ കൂടെ പോവാം, അതിന്റെ മുൻപിൽ കൂടെ പോവാം. പക്ഷെ പിന്നീട് തർക്കം ഉണ്ടായപ്പോ ഈ പതിവ് തെറ്റിച്ചു, ഇത് വേണ്ട വെച്ചു. ഇനി അതിന്റെ മുൻപിൽ കൂടെ പോണ്ട എന്ന് തീരുമാനം ഉണ്ടായി. അത് 1262
ബംഗാളിയർ, ഷബാബിയല്ല, ബംഗാളിയറാണ്. അപ്പൊ നമ്മുടെ കൊല്ലവർഷം പറയും, നമ്മളുടെ കേരളത്തിൽ നിന്ന് കൊല്ലവർഷത്തെ. അതേപോലെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള കലണ്ടേഴ്സ് ഉണ്ട്. ബംഗാളി ഇയർ 1855 1262 ഇപ്പൊ അതിനുശേഷം 170 കൊല്ലമുണ്ട് അല്ലേ? 170 കൊല്ലമായി. 170 കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1432 വർഷം ബംഗാളി ഇയർ. കൊല്ലവർഷം എത്രയാണ്? കൊല്ലവർഷം 1200 അത്രയായിട്ടുള്ളൂ. നമ്മുടെ മലയാള വർഷം അത്രയായിട്ടുള്ളൂ. ഏതായാലും ഇവിടെ വലിയൊരു അമ്പലം രുദ്രരാമ പണ്ഡിതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേറെ ഉണ്ടാക്കിയത് ആരാണ്? ശ്രീനാഥ പണ്ഡിത പ്രഭുര കൃപാര ഭാജന ജ്ഞാന കൃഷ്ണസേവാ ദേക്കി വശാത്രിഭുവന. ശ്രീനാഥ പണ്ഡിതൻ 49ാമത്തെ ശ്ലോകം. വളരെ പ്രിയപ്പെട്ട മഹാപ്രഭുവിന് വളരെയധികം പ്രിയപ്പെട്ട ആളായിരുന്നു. എങ്ങനെയാണ് കൃഷ്ണനെ സേവ ചെയ്ത് ആരാധിക്കണം എന്നുള്ള 3 ലോകങ്ങളും പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ ആ വർഷിപ്പ് രീതി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറയുന്ന കൽക്കട്ടയിൽ നിന്ന് അടുത്താണ് കാമരഹട്ട അല്ലെങ്കിൽ കുമാരഹട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മൾ അതിന് മുമ്പ് അതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാമരഹട്ടയെ പറ്റിയിട്ട് ഈ അധ്യായത്തിൽ തന്നെ. അപ്പോൾ കാമരഹട്ട എന്നുള്ള കൽക്കട്ടയിൽ നിന്ന് കുറച്ച് ദൂരാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഞ്ചരാപാത എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. അവിടെയാണ് ശിവാനന്ദ സേന, അതിന്റെ വീട് അവിടെയാണ്. ശിവാനന്ദ സേന അവിടെ ഗൗരഗോപാല ടെമ്പിൾ ഉണ്ടാക്കി. വേറൊരു അമ്പലമാണ് രാധാകൃഷ്ണമൂർത്തി സ്ഥാപിച്ച ശ്രീനാഥ പണ്ഡിത്, നേരത്തെ ശ്രീനാഥ പണ്ഡിത്. അദ്ദേഹം ശ്രീകൃഷ്ണരായ എന്നാണ് പേര് കൊടുത്തത്. ശ്രീകൃഷ്ണരായ എന്ന ടെമ്പിളിന്റെ ഉണ്ടാക്കുന്നു 1708. ക്രിസ്ത്യൻ ഇയർ 1786. നിമായ മൂല്യം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ വലിയതാണ് പറയുന്നത്, ഭയങ്കര വലിയ അമ്പലമായിട്ട് കണക്കാണ്. സോ ജയന്റ് വെരി ലാർജ് ടെമ്പിൾ. നോക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിലുള്ള കോമ്പൗണ്ട്, ഈ മതില്, അങ്കണത്തിന്റെ മതിലാണ്, വളരെ ഉയർന്നതാണത്. പിന്നെ അവിടെ ഗസ്റ്റിന് താമസിക്കാൻ നല്ല അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പ്രസാദ വിതരണം നല്ല അറേഞ്ച്മെന്റ്സ് ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഈ അദ്ദേഹം നോക്കുമ്പോൾ ധാരാളം അമ്പലങ്ങൾ, ബംഗാളില് ധാരാളം വൈഷ്ണവ ക്ഷേത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. അധികം ഇവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലാണ്, കിഴക്കൻ ബംഗാളിലാണ് കൂടുതൽ വൈഷ്ണവരുടെ കൂടുതൽ പ്രസരണം അദ്ദേഹത്തിനുണ്ടായത് ഈ കിഴക്കൻ അതാണ്. അപ്പൊ അവിടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ധാരാളം അമ്പലങ്ങൾ, ഇതുപോലത്തെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അപ്പൊ ഇതിപ്പോ എവിടെയാ കൃഷ്ണരായ എന്ന് നമുക്കറിയാം. അത് ഇവിടെ തന്നെയാണ്, വെസ്റ്റ് ബംഗാളിൽ തന്നെ. കാരണം നേരത്തെ പറയുന്നുണ്ട് കാഞ്ചാപാത സ്ഥലമാണ് കൽക്കട്ടയിൽ നിന്ന് അടുത്ത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബംഗാൾ കുട്ടാൻ നീളം നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണന്റെ അമ്പലങ്ങൾ നിറയെ ഉണ്ടാവും. വൃന്ദാവനം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ബംഗാളിൽ തന്നെയായിരിക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളും വേണ്ടി. നമ്മൾ മായാപ്പൂരേയും പോകുമ്പോൾ മായാപ്പൂര് മാത്രം അതിൻ്റെ അടുത്തുള്ള കാണാറുള്ളൂ. ഇതുപോലത്തെ അമ്പലങ്ങളൊന്നും ഇതിൽ പോയിട്ടില്ല. ഭഗവാനൊക്കെ വേണ്ടി ചിലപ്പോൾ അത് കാണാം. ഇതിന് കൃഷ്ണരായ എന്ന് പറയുന്ന വിഗ്രഹം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വീരഭദ്രപ്രഭു എന്ന് പറഞ്ഞാൽ നിത്യാനന്ദ പ്രഭുവിന്റെ മകനാണ്. നിത്യാനന്ദ പ്രഭുവിന് 2 ജാൻവി ആൻഡ് വസുധ എന്നുണ്ട്. ജാൻവി വളരെ പ്രസിദ്ധമാണ്. ജാൻവി മാതാജി വളരെ പ്രസിദ്ധമാണ്. വസുധ എന്ന വേറെ ഭാര്യയുണ്ട്. ജാൻവിയുടെ അനിയത്തിയാണ് വസുധാണ്. ആ വസുധയിൽ നിത്യാനന്ദ പ്രഭു ഉണ്ടാകുന്ന കുട്ടിയാണ് വീരഭദ്രപ്രഭു. അപ്പൊ വീരഭദ്രപ്രഭു മുരശിബാദിൽ നിന്ന് വലിയൊരു ഒറ്റ
വലിയൊരു കല്ല് കൂട്ടിയാണ്. ഈ കല്ലാണ് 3 വിഗ്രഹങ്ങൾക്ക് ഇത്. വല്ലഭപുരയിലത്തെ രാധാവല്ലഭം വിഗ്രഹം, ഇതുകൂടാതെ ശ്യാമസുന്ദരം, കടാഹദാനിലത്തെ ശ്യാമസുന്ദരം, പിന്നെ കൃഷ്ണരായ, ഇപ്പം നമ്മൾ കൃഷ്ണരായ വിഗ്രഹം കാഞ്ചനപാതയിലത്തെ വിഗ്രഹമാണ്. ഒറ്റ കല്ലിൽ നിന്നുണ്ടാക്കിയത്. The home of Shivananda Sen was situated in the bank of Ganges near an almost ruined temple. It is said that the same Nimai Malik of Calcutta saw this broken down temple of Krishnai while he was going to Banaras and thereafter constructed the previous temple. കൃഷ്ണയുടെ ചരിത്രത്തോടെ പറയുന്നുണ്ട്, ആരുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജഗന്നാഥ് ആചാര്യയെ പറ്റി പറയുന്നുണ്ട്. 50ാമത്തെ ശാഖ ജഗന്നാഥ് ആചാര്യൻ്റെയാണ്. ജഗന്നാഥാചാര്യൻ ജഗൻ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഗംഗാതീരത്തിൽ താമസിക്കാൻ ആരംഭിച്ചു. പിന്നെയും ശ്ലോകങ്ങള്, കുറെ ശ്ലോകങ്ങൾ 113 64 ശ്ലോകങ്ങൾ. അപ്പം ഇനിയൊരു 56 ശ്ലോകങ്ങളും ബാക്കിയുണ്ട്. ഇത് മുഴുവൻ ജഗൻ മഹാപ്രഭുവിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സമയം കിട്ടുമ്പോൾ അതിലൊന്ന് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കാം. അത് നമുക്ക് ഒരിക്കലും മറക്കില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ की जय. श्रीला प्रभुपाद की जय हो.